ആ കുഴപ്പമില്ല പിടിച്ചോ. ഇവിടെ പണി നടക്കണ്ട അപ്പുറത്ത് ആ ഹാ ഹാ പറമ്പ് ആ കോഴി ഫാമാക്കാനാ. ആ ഇത് ഫാമാക്കാനല്ലേ? ആ നമ്മുടെ സൈഡിലാണ് പറമ്പ്. ഈ റോഡ് ഇങ്ങനെ നേരെ പോയി കുറ്റിച്ചറക്ക. ആ കുറ്റിച്ചറ എവിടെ എവിടെ നിന്ന് കയറിയത്? എവിടെ? കടാലിൻ്റെ ഒക്കെ ഇപ്പുറത്ത്. ആ ആ പക്ഷേ ഇത് പഞ്ചായത്ത് വഴി ആയിട്ടില്ല. ഇതിപ്പോൾ പ്രൈവറ്റ് വഴിയാണോ? പ്രൈവറ്റ് വഴിയാ? പ്രൈവറ്റ് വഴി ഇത്? ആ ആ ആ ശരി. ഇതൊക്കെ കോഴി ഫാമുകൾ. കോഴി ഫാം. ഈ കോഴി ഫാമിന് പറ്റിയ ഏരിയ വരട്ടെ. ഇവിടെ ആന വരുമോ? ആന വരുമോ? ആന വരുമോ? ആന ആന ഇവിടെ ഇല്ല. ഇല്ലല്ലേ? പന്നിയൊക്കെ വരും. പന്നി സോളാറുണ്ട് അവിടെ. ആ അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് വരും. ആ ആ അങ്ങനെ ശല്യം ചെയ്തല്ല. ആ ഇതൊക്കെ മാത്രമാണ്. ആ ഇതല്ല സ്ഥലം? കോഴി ഫാം. ആ ഇവിടെയും കോഴി ഫാം. അവിടെ അപ്പുറത്താണ്. ആ എവിടെയുള്ള ആന്ത്രിക മാടത്ത് മോരുകണ്ണി. മോതിരക്കണ്ണി. ആ മോരുകണ്ണി. റബ്ബർ. ആ വാഴയുടെ അപ്പുറത്ത്. അപ്പോൾ ആ റോഡിൽ നിന്ന് 200 കാണുന്നുണ്ടാവില്ലേ? പോരല്ലേ? ആ അതാ പോരാ. ആ ആ ആ റബ്ബൂട്ടാൻ അരക്കാൻ വരും. ഇത് കനാൽ വെള്ളം പിന്നെ പൈപ്പ് വേണ്ട. ആ ഹാ കനാൽ വെള്ളം പിന്നെ പമ്പ് ചെയ്ത്. ആ അതിനകത്തുണ്ട്. ആ ആ നമ്മുടെ എവിടേക്ക് ഫെൻസ് ഇടുന്നുണ്ട്. ഈ ഫെൻസ് എന്തിനാ? എത്ര ഹൈറ്റിലുള്ള ഫെൻസ് എന്തിനാ? ഹൈറ്റ് വരണം. ചിലപ്പോൾ മാനൊക്കെ വന്നിട്ടുണ്ടാവും. ഫെൻസ് ഉണ്ട്. ഇവിടെ കിട്ടും. ആ ആ ആ 4.5 മീറ്റർ വഴിയുണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട്. ആ പള്ളി കയറി കിടക്കാന്ന് മാത്രം. ആ ആ പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്ത ചെയ്തല്ലേ. ആ ആ ഇവിടെ നിന്നാണ് സ്ഥലം. ഇവിടെ ഒരു ഇലക്ട്രിക് ഫെൻസ് കാണാം. ഒരു ഇത് കണ്ട, ഇത് ഒരു ബോർഡർ കണ്ട. ഇതാണ് ബോർഡർ. ഇപ്പോൾ നമ്മൾ നടന്ന് വന്ന വഴി അത്യാവശ്യം വണ്ടി വരും. കാറ് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമില്ല. എന്നാലും ജീപ്പൊക്കെ സൈഡ് വരും. ഇത് വേറെ പറമ്പാണ്. അവിടെ റംബൂട്ടാനും കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ പച്ചപ്പ് കാണുന്നത് ഇതാണ് സ്ഥലം. ഇപ്പോൾ ഇത് വഴിയുടെ താഴത്ത് അവിടെ മുതലേക്ക് കെട്ടി അത് വേറെ സ്ഥലമാണ്. അവിടെയും ഫെൻസ് ഇട്ടിട്ടുണ്ട്, ഇലക്ട്രിക് ഫെൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് സ്ഥലം. ഇത് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോൾ ഈ കൂടെ വന്ന ആൾ പറഞ്ഞതനുസരിച്ച് അവിടെ നിന്നൊരു വഴി കയറി വരുന്നുണ്ട്. അവിടെ നിന്ന്
ഒരു വഴി കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ വളഞ്ഞു വന്ന അത്ര വഴിയുടെ അത്ര അല്ല, അത് പെട്ടെന്ന് ഒരു 300 മീറ്ററോളം എന്ന് പറഞ്ഞത്. ഇത് കുറച്ച് വളഞ്ഞു ആണ് വന്നത്. ഇതിപ്പോൾ വള്ളി കയറി മുടിഞ്ഞ് കിടക്കണം. അത് ഇത് ഇത് താമസമുണ്ടോ? പശു പശു ഫാം. ആ ആ ആ ആ അപ്പം അതിൻ്റെ ആള് താമസിക്കുന്ന സ്ഥലം. ആ ഫാമിൻ്റെ ആൾ താമസിക്കുന്ന സ്ഥലം. ആ ആ ആ ഇതേണ്ട ആളെ പശുവൊക്കെ ഉണ്ട്. ആ ആ വീട്ടുകാരല്ല. ഇത് പറമ്പ് ആ കര ഇവിടെ നിന്ന് അതിർത്തി, റബ്ബർ മേല് അതിർത്തി ഇങ്ങനെ. ആ താഴെ അവിടെ വരെയുണ്ട്. അങ്ങനെ ഇവിടെ പോകും. ഇത് എന്തോറുണ്ട് സ്ഥലം? ആ മാട്ടം വരെ, അങ്ങ് മാട്ടം വരെ എന്തോറുണ്ട്? അപ്പം റോഡ് ഇത്ര നീളത്തിൽ കിട്ടും. ആ എന്തോറുണ്ട്? മൊത്തം എത്രയുണ്ട്? എത്ര എന്തോറുണ്ട്? 2 ഏക്കർ എടുത്തുണ്ട്. 2 ഏക്കർ. പറമ്പിലേക്ക് ഇറങ്ങണം. ഇവിടുന്ന് അങ്ങോട്ട് താഴ്ചയാണ്, ഇറങ്ങി പോവാണ് അങ്ങോട്ട് ചെരിവ്. രവി പറഞ്ഞ പർപ്പസൊക്കെ പറ്റും. അതിലൊരു ഹട്ടൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ചെറിയ ഹോം സ്റ്റേ ഒക്കെ ഉണ്ടാക്കി രാവിലെ എനിക്ക് ചായ കുടിച്ച് വയ്ക്കാൻ പറ്റും. ഇപ്പുറത്ത് ഇറക്കാൻ കൊണ്ട് ആ ആ ആ പറമ്പ് അങ്ങനെ. ആ അവിടെ ഫെൻസ് ഉണ്ടല്ലോ. അത് ഇതിനകത്തുള്ള റബ്ബർ തൈ. ആ ഇത് എന്തല്ലോ. ആ ഹാ ഇതെല്ലാം അവിടെ വരെയാണ്. 1 2 4 5 6 ആറാമത്തെ തട്ടുണ്ട് മാട്ടം കണ്ടോ? മാട്ടം ഇങ്ങനെ അങ്ങോട്ട് പോകും. ഈ റബ്ബർ കണ്ടില്ലേ? ഈ മാട്ടം ഇങ്ങനത്തെ റബ്ബർ അവസാനിക്കില്ലേ? 1 ആ ആ ആ 2 5 6 ആ ആ ഇങ്ങനെ. വീടിൻ്റെ ഇങ്ങനെ. ഇതിപ്പോൾ വീഡിയോയിലൊരു ക്ലാരിറ്റി ക്ലാരിറ്റി അല്ല, ഇതിൻ്റെ ടെറൈൻ പെട്ടെന്ന് പിടികൊട്ടിക്കൊള്ളുന്നില്ല. കാരണം ഈ പച്ചപ്പ് പുല്ലിനെ പിടിച്ചിട്ട് കിടന്നാലേ ഇത് താഴ്ന്ന് പോകണം. സ്റ്റെപ്പ് എടുത്ത് താഴ്ക്കാതിരിക്കുക പോകണം. ആ താഴേക്ക് ഇറങ്ങി പോവാം. ഇങ്ങനെ കടന്നിട്ട് റബ്ബർ കണ്ട. അത് ഇതിലുള്ളതാണല്ലേ? ആ ഇതാണ് ഇതും ഇതിൽപ്പെട്ടതാ. എവിടെയും ഇവർ ഫെൻസൊക്കെ ഇട്ടിട്ടുണ്ട്, ഇലക്ട്രിക് ഫെൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ ഇതെന്താ ഈ ഭാഗം ഫെൻസിങ് കാരണം ചോദിച്ചാ അടുത്ത് പോയി ചോദിക്കുകയാണ്. ഞാൻ മനസ്സിലാവില്ല തന്നെ. ആ സോളാറ്. ആ ഈ ചെറിയ റബ്ബർ കുത്താണ്ടിരിക്കുകയാണ്. ആ ആ ആ റബ്ബർ കുത്തിമറിച്ച് കളയാം വന്നി. ഈ ഇപ്പോൾ ഇവനേക്കാളും വലിയ അറിവാരനായി അവസാനം ചെറുത് കുത്തിമറിച്ച് കളയാതെ കട കുത്തി അതിനെ കടക്ക് ഞാഞ്ഞൂളുണ്ടാവും. അതിനെ പിടിക്കാൻ കുത്തിമറിച്ച് കളയാത്. നമ്മുടെ ജ്യേഷ്ഠൻ പറയുന്നത് റബ്ബർ പന്നി കുത്തില്ല എന്നാണ് പറയണത്. എന്നാലും അവിടെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അവിടെ ഫെൻസ് കാണണ്ട, അവിടെ മാട്ടം കണ്ടത്. അവിടെ ഒരു മാട്ടം കണ്ട ആ മാട്ടത്തിൻ്റെ മീൻസ് ചെറിയ മതിൽ അതിൻ്റെ പൊക്കത്തോടെയാണ് റോഡ് പോണത്. അതങ്ങനെ പോയിട്ട് ആ പിന്നെ ഇതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം. അപ്പോൾ ഇത് വീഡിയോയിൽ അങ്ങനെ തിരിഞ്ഞ് മനസ്സിലാവില്ല. പിന്നെ ഇത് ഇങ്ങോട്ട് നീങ്ങുന്നു. അങ്ങനെ ഇറങ്ങി വരുന്നു. ഇത് സോളാർ ഇലക്ട്രിക് ഫെൻസാണ് അതിൻ്റെ സെറ്റപ്പാണ് ഈ കാണുന്നത്.
അപ്പോൾ ഈ കുഞ്ഞ് റബ്ബറുള്ളതും ഈ പറമ്പിൽപ്പെട്ടതാണ്. അത് ആ റബ്ബറിനെ പന്നി കുത്തി മറിക്കാണ്ടിരിക്കാനാണ് സോളാർ വെച്ചതെന്നാണ് ഇവൻ പറയണത്. അപ്പുറത്ത് സോളാറില്ല, വലിയ റബ്ബറിന് ഇപ്പോൾ സോളാറിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതൊക്കെ 5 വർഷം എന്താ ടാപ്പിങ് ചെയ്യാൻ പറ്റും റബ്ബർ. ഇതിപ്പോൾ 2 വർഷമായില്ലേ? ഇത് 2 വർഷം. ഇപ്പം 2 വർഷം. ആ 2 വർഷം പൂർത്തിയായിട്ട്. അത് വേറെ ഇതിങ്ങനെ പോയിട്ട് അങ്ങോട്ട് പോകും. ഇത് മറ്റൊരു പറമ്പ്, ഇത് റബ്ബർ തന്നെയാണ്. ഇത് ചായപ്പൻകുഴി ജംഗ്ഷൻ എത്തണയ്ക്ക് മുമ്പ് റൈറ്റിലേക്ക് കയറിയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. റബ്ബർ കാണുമ്പോൾ അറിയാലോ, ഇതൊരു ചെറിയ കുടിയേറ്റ മേഖല കൂടിയാണ്. പാമ്പുണ്ടോ? ഈ വള്ളിപ്പടവിൻ്റെ റൈറ്റിലേക്കാണ് സ്ഥലം. അപ്പോൾ ഇത് വേറൊരു സ്ഥലമാണ്. അതിൻ്റെ അപ്പുറത്താണ് നേരത്തെ കാണിച്ച സ്ഥലം. ഇത് തോട്ടപ്പയറാണ്. ആ ഇതെന്ത് പറഞ്ഞിട്ട് ആറ്റം. അവിടെ വരെ പന നിൽക്കണല്ലേ അവിടെ വരെ. അവിടെ ഒരു പന, ആ പന കണ്ട ഒരു പനയാണ് നിൽക്കുന്നത്. ആ പന വരെ ഉണ്ട് സ്ഥലം. അവിടെ താഴെ ഇങ്ങനെ താഴേക്ക് പോകും. താഴേക്കും പോകും. ഇങ്ങനെ കയറി ഇങ്ങോട്ട് വരും. താഴേക്ക് കുറച്ച്. ഇത് വേറെ, അത് വേറെ ഉണ്ടാവും. വേറെ. ഇത് ഇല നേരെ അങ്ങോട്ട് അവിടെ നേരെ ഇങ്ങോട്ട് വരും. ഈ വലിയ റബ്ബർ വേറെയാണ്. ആ വലിയ റബ്ബർ കാണുന്നത് വേറെയാണ്. ഇവിടെ ഇവന് ചെവി പതണം. അപ്പോൾ നമ്മൾ വെടി പൊടിയാലേ കേൾക്കുള്ളൂ. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഇവിടെ പ്ലാവ്. പ്ലാവ്. അപ്പോൾ ആ നിരപ്പ് കാണുന്നത് മുഴുവൻ ഈ സ്ഥലത്ത് പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ വളഞ്ഞ കിടക്കുന്ന സ്ഥലം ഇതൊക്കെ പെട്ടതാണ്. പക്ഷേ ആ വേലി കണ്ട് ആ വലിയ പടർപ്പ് കാണാൻ അപ്പുറത്ത് വേറെ സ്ഥലം. ഓക്കെ. ഒരു ആദ്യം വാഴ വെച്ചേക്കായിരുന്നു. വാഴ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? പിന്നെ വാഴപ്പണി നിർത്തി. 2 വർഷം വാഴ പന്നി വർഷം പന്നി ഊത്തില്ലേ വാഴ? അല്ല പന്നി സോളാറിടും. പന്നി ഇവിടെ പന്നി ഇവിടെ അല്ല, നമ്മുടെ അവിടെ ഒരു ഞാൻ വാഴ വെച്ചല്ലേ അവിടെ ഒരു. അതല്ലേ. പന്നി മാറും. ആനയിൽ വരില്ല. ആന അപ്പുറത്ത് വരും. ആന ചായപ്പൻകുഴി ജംഗ്ഷനിലേക്ക് പറഞ്ഞു. ചായപ്പൻകുഴി ജംഗ്ഷൻ ആന ജംഗ്ഷനിലാവില്ല. അപ്പം ഫോറസ്റ്റ് ഓഫീസ് പൊക്കത്താവും. അതെയാ?
ഇത് അതെ ആ അത് ആണ് ആ ഇത് നേരെ ഞാൻ നേരെ ആ അങ്ങനത്തെ തയ്യ പോകും ആ ആ വഴിയിൽ ആ ആ ആ വഴി ഇവിടെ നേരെയാണ് പാമ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇതാ ഇതൊരു ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുക. ഇവിടെ ഇത് ഒരു സ്റ്റെപ്പാണ്. ഇത് കഴിഞ്ഞ് ആ വാഴ നിൽക്കണല്ലേ അത് വേറെ സ്റ്റെപ്പാണ്. അവിടേക്ക് ഒരു 4 അടി താഴ്ചയുണ്ട്. ഇതാ അതാ ഞാൻ ഇറങ്ങി പോകണം. സ്റ്റെപ്പ് ഇറങ്ങി ഇതാണ് ഇതിൻ്റെ ഏറ്റവും അടിഭാഗം സ്ഥലത്തിൻ്റെ. അപ്പോൾ ചെരിഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഫ്രണ്ട് ഇത് ഇവിടെ അതിർത്തിയായി, സ്ഥലത്തിൻ്റെ അതിർത്തി. ഈ വലിയ റബ്ബർ വേറെ സ്ഥലം. അവിടെ താമസിക്കുന്നുണ്ട്, അവിടെ വീടും താമസിക്കുന്നുണ്ട്. ആൾക്കാരുടെ താമസം തോന്നുന്നത് അത് ആരൊക്കെ അനക്കൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ വ്യക്തി പിടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ഫെൻസ് പോണത് കാണണ്ട, അതാണ് വഴി. ഇവിടെ ഫെൻസ്, പക്ഷേ ഈ സ്റ്റെപ്പൊക്കെ കാണണ്ടാവും. ഈ ഒരു വലിയ സാധനം നിൽക്കണല്ലേ അത് വേറെ പറമ്പാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു കർവായിട്ട് ആ റോഡിൻ്റെ അവിടേക്ക് മുട്ടും. അതിനെ പൊക്കം പാക്കും. കുഴപ്പമില്ല. വീഡിയോയിൽ ഇതിൻ്റെ ഒരു ത്രിമാന സംഗതി കിട്ടാവോ? സ്റ്റെപ്പായിട്ട് മുകളിൽ കയറണോട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 2 3 4 5 6 ആറാമത്തെ സ്റ്റെപ്പിലാണ് റോഡ്. അപ്പോൾ റോഡിൽ നിന്ന് 6 സ്റ്റെപ്പ് താഴേക്കായിട്ട് സ്ഥലം, 6 തട്ടുകളിലായിട്ട്. അതിൽ ഒരു ഭാഗത്ത് കാണുന്ന വലിയ റബ്ബർ ഏകദേശം പകുതി സ്ഥലത്ത്, ബാക്കി സ്ഥലത്ത് ഇപ്പോൾ റബ്ബർ തൈ വെച്ചാണ് കാണുന്നു. ഇതാണ് സംഗതി. ഇതാണ് ഇതൊരു ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പിൽ നിൽക്കുന്നു, താഴത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നു. ഈ ഇത്രം എന്നുവെച്ചൊരു 3 അടി പൊക്കത്തേക്ക് കയറണം അടുത്ത സ്റ്റെപ്പിലേക്ക്. അപ്പോൾ ഈ സ്റ്റെപ്പായി. ഇത് വേറെ സ്റ്റെപ്പ്, ഇത് മറ്റൊരു സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ മറ്റൊരു സ്റ്റെപ്പ് വേണ്ട, അവിടെ തട്ട് വേണ്ട. അത് കഴിഞ്ഞാൽ അവിടെ ജ്യേഷ്ഠ നിൽക്കണം കാണാം, അത് വേറെ സ്റ്റെപ്പ്. ഇതാ സോളാറിൻ്റെ അവിടെ. അപ്പം അത് സ്ഥലമൊന്നും കുഴപ്പമില്ല. ഇതടുത്ത സ്റ്റെപ്പ്, അതും ഒരു 4 അടി മുകളിൽ കയറണം. അപ്പോൾ സ്ഥലം പ്രഥമ ദൃഷ്ടിയാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാക്കി നമുക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കും. എനിക്കൊരു ധാരണ കിട്ടി, ചെറിയൊരു ധാരണ കിട്ടിയില്ല സ്ഥലത്തിൻ്റെ.